ഫാത്തിഹ കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട്. ഫാത്തിഹ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഫാത്തിഹ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമുക്ക് ഓതാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത്, ഏതെല്ലാം വിഷയങ്ങൾക്ക് ഓതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഫോൺ വിളിച്ച് പല സമയത്തും ഫോൺ വിളിച്ച് ബുക്കിംഗ് ചോദിക്കുന്നതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രമാണ് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കേണ്ടത്. ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. പിന്നെയും കോളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ തങ്ങൾ പറഞ്ഞു, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെയാകും, ആ വീട്ടിൽ ധാരാളം ബറക്കത്തുണ്ടാകും, ഗുണങ്ങൾ വർദ്ധിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ എന്ന് പറയുമ്പോൾ അത് വലിയ ഫലമുള്ളതാണ്. പല ആളുകളും ഫാത്തിഹ നിസാരമായിട്ട് കാണും. ഫാത്തിഹയാണോ മന്ത്രിച്ചതെന്നത് എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഫാത്തിഹ അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് കൃത്യമായിട്ട് അതിന്റെ ആശയതലങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. 20 തവണ ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഫാത്തിഹ പാരായണം ചെയ്ത് 5 വഖത്താവുമ്പോൾ അത് 100 തവണയാവുമല്ലോ. അങ്ങനെ 100 തവണ പൂർത്തിയാക്കിയാൽ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങളിലേക്ക് അവൻ എത്താൻ പറ്റും, സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റും. അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകും. അതേപോലെ തന്നെ അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും. കുടുംബസമേതം ഇരു വീട്ടിലുമുള്ള സുഖ സന്തോഷങ്ങൾ അവൻ അനുഭവിക്കാൻ സാധിക്കും. ഐശ്വര്യം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികമായ അഭിവൃദ്ധി അവന്റെ ജീവിതത്തിൽ എത്തുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ കുറച്ച് ഇന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കണം. എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫയാകാനെ ഫാത്തിഹ കൊണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, മഴവെള്ളം കിട്ടുകയാണെങ്കിൽ മഴവെള്ളം എടുക്കുക. എന്നിട്ട് ആ മഴവെള്ളത്തിൽ ആയത്തുൽ കുർസിയെ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ ഓതിയിട്ട് 70 തവണ മന്ത്രിക്കുക. അങ്ങനെ 70 തവണ മന്ത്രിച്ച് അത് പ്രത്യേകം രോഗിക്ക് 7 ദിവസം തുടർച്ചയായി കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ശരീരത്തിലുള്ള സകല രോഗങ്ങളും സുഖപ്പെടാൻ
അത് കാരണമാകും എന്നുള്ളതാണ്. അയാളെ ഞരമ്പുകളിലും അയാളുടെ അവയവങ്ങളിലും അയാളുടെ മാംസങ്ങളിലും അസ്ഥികളിലൊക്കെയുള്ള എല്ലാ രോഗങ്ങളും ശിഫയാകാൻ ഈ ഒരൊറ്റ വെള്ളം മാത്രം മതി എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 41 തവണ ബിസ്മിയുടെ അവസാന വഖഫ് ചെയ്യാതെ ഹംദ് ചേർത്തി മന്ത്രിച്ചാൽ രോഗങ്ങൾ സുഖപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ 40 തവണ ഫാത്തിഹ ഓതി മന്ത്രിക്കുക. ആ വെള്ളം കൊണ്ട് രോഗിയുടെ മുഖവും കൈകാലുകളും തലയും സാധിക്കുന്ന അത്ര നമ്മൾ തെളിച്ചു കൊടുക്കുക, അവ കഴുകി കൊടുക്കുക, ആ വെള്ളം കൊണ്ട് സ്പർശിച്ചു കൊടുക്കുക. ശരീരത്തിന്റെ ഉള്ളും പുറമൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തു കൊടുക്കുക. എന്നാൽ സർവ്വ രോഗങ്ങൾക്കും അത് ശിഫയാണെന്നുള്ളതാണ്. വലിയ വലിയ മഹാന്മാരുടെ അടുക്കലൊക്കെ പോകുമ്പോൾ അവർ മന്ത്രിക്കുമ്പോൾ ഫാത്തിഹ ഇല്ലാത്തൊരു മന്ത്രം ഉണ്ടാവില്ല. ഫാത്തിഹ അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ്. നമ്മുടെ നിസ്കാരത്തിൽ തന്നെ നിർബന്ധമായത് ഫാത്തിഹ ആണല്ലോ. ഫാത്തിഹ ഓതുക എന്നുള്ളത് അത് ഫാത്തിഹ ഇല്ലാത്ത നിസ്കാരം ശരിയാകൂലല്ലോ. ഫാത്തിഹ അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ്. ഫാത്തിഹ ഒറ്റാക്ഷരമാക്കിയിട്ട് അത് പാത്രത്തിൽ എഴുതിയിട്ട് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് ശുദ്ധജലം കൊണ്ടത് മായ്ച്ചു കുടിക്കുന്നതും ആ വെള്ളം ദേഹത്ത് ശരീരത്തിലൊക്കെ കുടഞ്ഞ് ശരീരമാസകലം പുരട്ടുന്നതും മരണമല്ലാത്ത സർവ്വ രോഗങ്ങൾക്കും ശിഫയാകാൻ കാരണമാകുന്നതാണ്. ഈ പനിയൊക്കെയുള്ള ആളുകളെ 40 തവണ ഫാത്തിഹ മന്ത്രിച്ച ജലം, ആ വെള്ളം പനി ബാധിച്ചവന്റെ മുഖത്ത്, പനിയുള്ളവരുടെയൊക്കെ മുഖത്ത് തെളിച്ചു കഴിഞ്ഞാല് അത് ശമനം ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അമലുകൾ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ട അമലുകളുണ്ട്. സദാസമയം ഫാത്തിഹ പാരായണം ചെയ്യുന്നവന്റെ ദോഷങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, രോഗങ്ങൾ ശമിക്കുമെന്നൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സുബ്ഹിയുടെ സുന്നത്തിന്റെയും ഫർളിന്റെയും ഇടയില് 40 തവണ പതിവാക്കിയാൽ, ഫാത്തിഹ ഓതുന്നതിനെ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. കടം വീടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കും. അവന്റെ ആരോഗ്യത്തിൽ നല്ല ആഫിയത്തുള്ള ആരോഗ്യമായിരിക്കും അവനുണ്ടാവുക. അവന് ശരീരത്തിന് ക്ഷീണങ്ങൾ ഉണ്ടാകൂല. അതേപോലെ തന്നെ അവന് ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖൈറാത്തുകൾ നൽകുമെന്നുള്ളതാണ്. അപ്പൊ സുബ്ഹി കഴിഞ്ഞ് സുബ്ഹ് വാങ്ക് കൊടുത്തു കഴിഞ്ഞ് സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഫർദിന്റെ ഇടയിൽ ഒരു 41 ഫാത്തിഹ ഓതാൻ അധികം സമയം എടുക്കൂല. അത് കഴിയുന്നവരൊക്കെ അങ്ങനെ പതിവാക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ പതിവാക്കിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് പുരുഷന്മാർക്ക് ജുമാ നിസ്കാരത്തിന് ശേഷം ചില പള്ളികളിലൊക്കെ ഇപ്പോഴും അതുണ്ട്. ജുമാ നിസ്കാരത്തിന് ശേഷം ഇമാം സലാം വീട്ടിയ ഉടനെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇതൊക്കെ 7 തവണ ആ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ അങ്ങനെ ചൊല്ലിയാല് അത് അവന്റെ ദുനിയാവിലും ആഖിറത്തിലൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. അതേപോലെ തന്നെ സന്താനങ്ങളെ സംരക്ഷിക്കാനും അവന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ചില പള്ളികളിൽ, ചില കുഗ്രാമങ്ങളിലെ പള്ളികളിലൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട്. എന്റെ നാട്ടിലുള്ള പള്ളിയിലൊക്കെ ഇപ്പോഴും അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ജുമാ നിസ്കാരം കഴിഞ്ഞാല് ഒരു ഫാത്തിഹ അങ്ങ് വിളിക്കും, ഉറക്കെ ഫാത്തിഹ വിളിക്കും. 7 ഫാത്തിഹയും 7 ഖുൽ ഹുവല്ലാഹു അഹദ്, 7 ഖുൽ റബ്ബിൽ ഫലക്, 7 ഖുൽ റബ്ബിൻ നാസ് ഓതിയിട്ടാണ് ബാക്കിയുള്ള ദിക്റുകളിലേക്കൊക്കെ പ്രവേശിക്കുകയുള്ളൂ. നിങ്ങൾ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരോടും മക്കളോടൊക്കെ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ പള്ളികളിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ അങ്ങനെയുണ്ട്. ചില ഉൾപ്രദേശങ്ങളിലുള്ള പള്ളികളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ആ പഴമയുടെ തനിമ നിലനിർത്തുന്ന പള്ളികൾ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ 7 ഫാത്തിഹ, 7 ഖുൽ ഹുവല്ലാഹു അഹദ്, 7 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 7 ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുന്ന ചില സ്ഥലങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 313 മുർസലുകളുടെ എണ്ണം കണ്ട് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാല് ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നുള്ളതാണ്. 313 മുർസലീങ്ങളുടെ എണ്ണം, ആ എണ്ണത്തിനനുസരിച്ച് ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ശുദ്ധമായ പാത്രത്തിൽ ഫാത്തിഹ ഒറ്റ അക്ഷരമാക്കിയിട്ട് എഴുതി അത് മായ്ച്ചു കുടിച്ചാല് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലത് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും മറവി അത് കുറയാനൊക്കെ കാരണമാകുന്നതാണ്. മറവിയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് 7 തവണ ഫാത്തിഹ ഓതുക. ഏതെങ്കിലും ഭാഗങ്ങളിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാത്തിഹ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ അദ്ഹിബ് അന്നി സുഅ മാ അജിദ്,
وفحشه بدعوة نبيك محمد المبارك المكين الأمين عندك എന്ന ദുആ 7 തവണ ഓതുക. ഇങ്ങനെ ഓതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾ പെട്ടെന്ന് ശിഫയാകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ചെയ്യുന്ന അമലുകളിലൊക്കെ അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ. കണ്ണ് സംബന്ധമായ ഏത് അസുഖത്തിനും കണ്ണുമായി ബന്ധപ്പെട്ട ഏത് രോഗങ്ങൾക്കും ഫാത്തിഹ അത് വലിയ ഔഷധമാണ്. പരിപൂർണ ശുദ്ധിയോടെ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഫർള് നിസ്കാരത്തിന് മുമ്പായി 41 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് കണ്ണിൽ തടവിക്കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട ഏത് രോഗങ്ങൾക്കും ശിഫയാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടൊക്കെ അമല് ചെയ്യാൻ സാധിക്കുന്നവർ അമല് ചെയ്യാം. കാഴ്ചശക്തി വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം അമലുകളൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും 11 തവണ ഫാത്തിഹ സുബഹി നിസ്കാരത്തിന്റെ ശേഷം അതേപോലെ തന്നെ ഇശാ നിസ്കാരത്തിന്റെ ശേഷം പാരായണം ചെയ്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 11 സ്വലാത്തും ചൊല്ലി. എന്നാൽ അയാൾക്ക് വലിയ സമാധാനം ലഭിക്കും, ടെൻഷൻ ഉണ്ടാവില്ല, ദാരിദ്ര്യം വിട്ടകലും, ജനങ്ങൾക്കിടയിൽ സ്നേഹവും വലിയ സ്ഥാനവും ഒക്കെ അവൻക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓരോ അമലുകൾ എഴുതി വെച്ച് നോക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് ഇത്തരം വിഷയങ്ങളെ കൊണ്ടൊക്കെ അമല് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് അതിനൊക്കെ വലിയ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകട്ടെ. ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഒരു പിടി അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം കൂടെ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് വരാനുള്ളവര് ചൊവ്വാഴ്ചയാണ് കൺസൾട്ടേഷൻ ഉള്ളത്. ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരാൻ സാധിക്കുക. അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പല സമയങ്ങളിലും വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നടക്കുന്നുണ്ട്. നിങ്ങൾ ആ മജ്ലിസിലേക്ക് പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന, അതേപോലെ 12,000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്, യാ ലത്തീഫിന്റെ അമല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ വലിയ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമലുകളൊക്കെ ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയ രക്ഷ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. നൂറെ മദീനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഉണ്ട്. വിഷയങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നൂറെ മദീനയുടെ മജ്ലിസിൽ രാവിലെ വൈകുന്നേരം നടക്കുന്ന മജ്ലിസിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.